നമുക്കറിയാം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോലീസ് സ്റ്റേഷൻ പരിശോധിക്കുമ്പോൾ പോലീസുകാരുടെ എണ്ണം വളരെ കുറവാണ്. പ്രത്യേകിച്ച് വനിതാ പോലീസുകാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ CPO ആയിട്ട് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ എടുത്ത ശേഷം ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 6500 7000 പേരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 1200 പേര് ആളുകളെ പോലും എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല, നിയമിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതായത് ഒരു റാങ്ക് ലിസ്റ്റിന്റെ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് 60% അല്ലെ 70% ഒക്കെ നിയമനം നടക്കുന്നു. ചിലപ്പോൾ 30% ആളുകൾക്ക് നിയമനം കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത് 30% പോലും എന്ത് ചെയ്തിട്ടില്ല, നിയമനം നടന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ആ റാങ്ക് ലിസ്റ്റിനെ വിശ്വസിച്ച് ഉറക്കമണച്ച് പഠിച്ച് ആ ജോലിക്ക് വേണ്ടി ആ സർക്കാരിൻ്റെ പോലീസിന്റെ തൊപ്പി വെക്കുന്ന ആളുകൾ ഇന്ന് സെക്രട്ടേറിയറ്റിൽ പ്ലാവലയുടെ തൊപ്പി വെച്ചുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തോടും കേരളത്തിലെ ഗവൺമെന്റിനോടും എന്താണ്, ഞങ്ങൾ പഠിച്ചതാണോ അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് നിയമത്തിന്റെ അല്ലെങ്കിൽ നേരായ വഴിയിൽ വന്നതുകൊണ്ടാണോ ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ഈ അവഗണന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പറയുന്ന ഞങ്ങളും പൗരന്മാരല്ലേ, ഞങ്ങൾക്ക് പൗരാവകാശം ഇല്ലേ എന്ന ചോദ്യം ഉയർത്തി സർക്കാരിനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്.